4 വർഷമായി ആലയിലിട്ട് ഊതിയുരുകി പെരുപ്പിച്ചൊരു പകയുണ്ട് മൊറോക്കോയ്ക്ക്. 2022 ഡിസംബർ 15 രാത്രി തുടങ്ങിയൊരു പക. ഖത്തറിലെ അൽബൈത്ത് സ്റ്റേഡിയത്തിൽ ഫിഫ ലോകകപ്പിന്റെ സെമിഫൈനൽ പോരാട്ടം. അണ്ടർഡോഗ്സ് എന്ന ടാഗിലെത്തി സെമിയിലേക്ക് മുന്നേറിയ മൊറോക്കോ. ലോകകപ്പ് സെമി കളിക്കുന്ന ആദ്യ ആഫ്രിക്കൻ സംഘം. അങ്ങനെ പേരും പെരുമയും ആവോളം. മറുപുറത്ത് ലോക ചാമ്പ്യന്മാരായിരുന്ന ഫ്രാൻസ്. കരുത്തരുടെ പോരാട്ടത്തിൽ പക്ഷേ 2 ഗോളിന് മൊറോക്കോ തോറ്റു. തിയോ ഹെർണാണ്ടസ് 5-ാം മിനിറ്റിലും കോളോ മുവാനി 79-ാം മിനിറ്റിലും വിധി നിർണയിച്ചു. തോറ്റെങ്കിലും തലയുയർത്തി മൊറോക്കോ ഖത്തറിൽ നിന്ന് മടങ്ങി. 4 വർഷങ്ങൾക്കിപ്പുറം അമേരിക്കയിലെത്തിയപ്പോൾ പഴയ അണ്ടർഡോഗ്സ് പരിവേഷമല്ല മൊറോക്കോയ്ക്ക്. അവർ ഫേവറേറ്റുകളാണ്. ലോക കിരീടം ആശിക്കാൻ അവർക്കും അവകാശം കൈവന്നിട്ടുണ്ട്. കണ്ണുകളെല്ലാം ബോസ്റ്റൺ സ്റ്റേഡിയത്തിലേക്കാണ്. മൊറോക്കോയ്ക്ക് എതിരിടാനുള്ളത് അതേ ഫ്രാൻസിനെ തന്നെ. കിലിയൻ എംബാപ്പയുടെ, ഉസ്മാൻ ഡെംബലയുടെ, മൈക്കൽ ഒലീസയുടെ ഫ്രാൻസിനെ. അതൊരു സൂപ്പർ ക്ലാസിക് പോരാട്ടമാകും. തുടർച്ചയായി 3 ലോകകപ്പുകളിൽ സെമിഫൈനലിൽ പ്രവേശിക്കുന്ന 2ാമത്തെ യൂറോപ്യൻ രാജ്യമെന്ന റെക്കോർഡിലേക്കാണ് ദിദിയർ ദശാംസിന്റെ ഫ്രാൻസിന്റെ നോട്ടം. ഈ ലോകകപ്പിൽ ഇതുവരെ ഫ്രാൻസിനൊത്ത എതിരാളികൾ ആരും വന്നിട്ടില്ല. 5 മത്സരങ്ങളിൽ നിന്ന് 14 ഗോളുകളാണ് അവർ അടിച്ചു കൂട്ടിയത്. ഓരോ മത്സരത്തിലും റെക്കോർഡിടുന്ന ഗോൾഡൻ ബൂട്ടിലേക്കും ഓൾ ടൈം സ്കോറിലേക്കും ലയണൽ മെസ്സിയോട് മത്സരിക്കുന്ന കിലിയൻ എംബാപ്പെ 7 ഗോളുകളാണ് ഇതുവരെ നേടിയത്. ഡെംബലെ 4 ഗോളുമായി മികച്ച പിന്തുണ നൽകുന്നുണ്ട്. ഒപ്പം 5 അസിസ്റ്റുമായി റെക്കോർഡ് ബുക്കിലുള്ള മൈക്കൽ ഒലീസെ. ഡെസറി ഡുവയും ബാർക്കോളയും അടക്കമുള്ളവരുടെ പകരപ്പട്ടികയും ടൂർണമെന്റിലെ അതിഗംഭീരമായതാണ്. പ്രീ ക്വാർട്ടറിൽ പരാഗ്വെ മാത്രമാണ് അല്പമെങ്കിലും ഫ്രാൻസിനെ ഒന്ന് മെനക്കെടുത്തിയത്. അങ്ങേയറ്റം ഫിസിക്കൽ ഗെയിം കളിച്ച പരാഗ്വയ്ക്കെതിരെ എംബാപ്പയുടെയും പെനാൽറ്റി ഗോളിലാണ് ഫ്രാൻസ് ജയിച്ചു കയറിയത്. ഗ്രൂപ്പ് ഐയിൽ നിന്ന് ആധികാരികമായിരുന്നു ഫ്രാൻസിന്റെ മുന്നേറ്റം. പഴയ ഓർമ്മകളുമായി വെല്ലുവിളിക്കാനെത്തിയ സെനഗലിനെ 1-3 ഗോളുകൾക്ക് തകർത്തുകൊണ്ടുള്ള തുടക്കം. ഇറാഖിനെ 3 ഗോളിന് തോൽപ്പിച്ച് അടുത്ത റൗണ്ട് ഉറപ്പിച്ചു. പ്രമുഖ താരങ്ങൾക്ക് വിശ്രമം അനുവദിച്ചെത്തിയ നോർവേയെ 1-4 ഗോളുകൾക്ക് കീഴടക്കിയാണ് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായത്. റൗണ്ട് ഓഫ് 32-വിൽ വെല്ലുവിളിയാകുമെന്ന് പണ്ഡിറ്റുകൾ പറഞ്ഞ് സ്വീഡനെ മുക്കിയത് എതിരില്ലാത്ത 3 ഗോളുകൾക്കായിരുന്നു. ഒടുക്കം പരഗ്വായുടെ ബസ് പാർക്കിംഗ് ഡിഫൻസും എംബാപ്പയും സംഘവും മറികടന്നു. ലോകകപ്പിൽ തുടർച്ചയായി 5 മത്സരങ്ങളിൽ 3 അതിലേറെയോ ഗോളടിച്ചെന്ന നേട്ടം പക്ഷേ പരാഗ്വയ്ക്കെതിരെ വിലപ്പോയില്ല. ഫ്രാൻസ് ശരിക്കും വിയർത്ത ആ കളി മറ്റു ടീമുകൾക്ക് ഒരു പാഠമാണ്. ഫ്രാൻസിനെയും ശ്രമിച്ചാൽ കൂട്ടാമെന്ന വലിയ പാഠം. ഫ്രാൻസ് അനായാസം മുന്നേറിയപ്പോൾ മറുവശത്ത് മൊറോക്കോ കഠിന വഴികൾ താണ്ടിയാണ് ഇതുവരെ എത്തിയത്. ബ്രസീലിനെ സമനിലയിൽ തളച്ചുകൊണ്ടായിരുന്നു അറ്റ്ലസ് ലയൺസിന്റെ തുടക്കം. ആദ്യം ഗോളടിച്ചെങ്കിലും സമനില വഴങ്ങേണ്ടി വന്നു. സ്കോട്ട്ലൻഡിനെതിരെ 1 ഗോൾ ജയം. ഹെയ്ത്തിക്കെതിരെ 4 ഗോളടിച്ചെങ്കിലും 2 വഴങ്ങുകയും ചെയ്തു. പക്ഷേ 2022 ഖത്തർ ലോകകപ്പിലെ സെമിഫൈനൽ പ്രകടനം അത്ഭുതമല്ലെന്ന് തെളിയിക്കുന്ന രീതിയിലായിരുന്നു പിന്നെ മൊറോക്കോ മുന്നേറിയത്. റൗണ്ട് ഓഫ് 32-വിൽ യൂറോപ്യൻ കരുത്തരായ നെതർലൻഡ്സിനെ ഷൂട്ടൌട്ടിൽ വീഴ്ത്തിയാണ് പ്രീ ക്വാർട്ടറിലേക്ക് കടന്നത്. കണക്കെടുത്താൽ ആക്രമണ ഫുട്ബോൾ കളിക്കുന്ന ഓറഞ്ച് പടയേക്കാൾ കൂടുതൽ കടന്നാക്രമണം നടത്തിയത് മൊറോക്കോയാണ്. ഗോൾ ഷോട്ടുകളിലും ബോൾ പൊസിഷനിലും പാസ് ആക്യുറസിയിലും നെതർലൻഡ്സിനെ ഞെട്ടിക്കുന്ന തരം പ്രകടനം. യാസിൻ ബോനു എന്ന ഗോൾ കീപ്പറുടെ മിന്നും സേവുകൾ നിശ്ചിത സമയത്തും പെനാൽറ്റിയിലും കണ്ട മത്സരം. ഹക്കീമിക്ക് പിഴച്ചപ്പോൾ രക്ഷകനായ സൈബാരിയുടെ ഷോട്ട്. പ്രീ ക്വാർട്ടറിൽ സഹ ആതിഥേയരായ കാനഡയെ 3-0 തകർത്തത്. അസദിൻ ഒനാഹിയുടെ ഇരട്ട ഗോളുകളും സൂഫിയൻ റഹീമിയുടെ ഗോളും അവരുടെ ആത്മവിശ്വാസം വല്ലാതെ ഉയർത്തിയിട്ടുണ്ട്. തുടർച്ചയായ 2 ലോകകപ്പ് ക്വാർട്ടറുകളിലെത്തുന്ന ആദ്യ ആഫ്രിക്കൻ രാജ്യമെന്ന ഖ്യാതിയോടെയാണ് മൊറോക്കോ ഈ പോരാട്ടത്തിന് എത്തുന്നത്. കനത്ത പ്രതിരോധവും മാരകമായ കൗണ്ടർ അറ്റാക്കുകളുമാണ് അവരുടെ പ്രധാന ആയുധം. മൊറോക്കോ ഫ്രാൻസ് മത്സരം മറ്റൊരു കൗതുകവും ഫുട്ബോൾ പ്രേമികൾക്കായി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. PSG-യിൽ അടുത്ത സുഹൃത്തുക്കളായിരുന്ന എംബാപ്പയും ഹക്കീമിയും നേർക്കുനേർ വരുന്നു എന്നതാണത്. ഇരു ടീമുകളുടെയും ക്യാപ്റ്റന്മാർ. എംബാപ്പയുടെ വേഗതയെ തടയാൻ ഹക്കീമിക്ക് സാധിക്കുകയാണെങ്കിൽ ഫ്രാൻസിന്റെ പകുതി ആക്രമണവും അവിടെ ഇല്ലാതാകും. മിഡ്ഫീൽഡിൽ കളി പിടിക്കേണ്ടത് അനിവാര്യമാണ്. ഫ്രാൻസിന്റെ അഡ്രിയാൻ റാബിയോട്ട് കോനെ സഖ്യത്തെ നേരിടാൻ മൊറോക്കോയുടെ അസദിൻ ഒനാഹി, സൂഫിയാൻ അമ്രബാത്ത് കൂട്ടുകെട്ടടങ്ങുന്ന മധ്യനിരയ്ക്ക് സാധിച്ചേ തീരൂ. ഹക്കീമിയുടെ നേതൃത്വത്തിൽ കോട്ട കിട്ടുന്ന പ്രതിരോധം മൊറോക്കോയുടെ കരുത്താണ്. അതും കടന്നാൽ പിന്നെ ഗോൾവലയ്ക്ക് മുന്നിൽ യാസിൻ ബോനോ അതികായനാണ്. ബോനു ഫോമിലായാൽ എംബാപ്പയും കൂട്ടരും വിയർക്കുമെന്ന കാര്യം ഉറപ്പാണ്. പേപ്പറിൽ ഫ്രാൻസിനാണ് കൂടുതൽ സാധ്യത. അവരുടെ ആക്രമണ നിരയെ 90 മിനിറ്റും തടഞ്ഞു നിർത്തുക എന്നത് ലോകത്തിലെ ഏത് ടീമിനും പ്രയാസമേറിയ കാര്യം തന്നെയാണ്. എന്നാൽ കാനഡയെ തകർത്ത കൗണ്ടർ അറ്റാക്കിംഗ് ശൈലിയും 2022-ലെ പ്രതികാര ചിന്തയുമാകും മൊറോക്കോയ്ക്ക് കരുത്താവുക.
ഫ്രാൻസിൻ്റെ അതിവേഗ ആക്രമണവും മൊറോക്കോയുടെ വിട്ടുകൊടുക്കാത്ത പോരാട്ട വീര്യവും തമ്മിലുള്ള ഒരു ക്ലാസിക് മത്സരമായിരിക്കും ബോസ്ടണിൽ നടക്കുക എന്ന കാര്യം ഉറപ്പാണ്. ഒരുപക്ഷേ മത്സരം എക്സ്ട്രാ ടൈമിലേക്കോ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്കോ നീങ്ങാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെയെങ്കിൽ ബോനോയുടെ കരങ്ങൾ വീണ്ടും അത്ഭുതം പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ മൊറോക്കോ ഈ ലോകകപ്പിൻ്റെ ഫൈനൽ കളിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല.